ഹാ കുറേ നമ്മൾ കണ്ടിട്ട് ഞാൻ ലാസ്റ്റും ബിസി ചില മാത്രമേ വീഡിയോസ് ഉണ്ടാവുള്ളൂ. നല്ല പോലെ ലേറ്റ് ചെയ്ത് ഞാൻ ഇപ്പോഴേ പറയാണ്. സോ നമ്മൾ വീണ്ടും വെക്കണം നമ്മുടെ ആക്ഷൻ സ്റ്റഫ്. ഞാൻ അത് വിചാരിച്ചു ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കാൻ നമ്മുടെ ആക്ഷൻ സ്റ്റഫിൽ നമുക്ക് മൈനിങ് ഏരിയ വേണ്ടി ആവശ്യമുള്ളതാണല്ലോ. പക്ഷെ എനിക്ക് വേണ്ടി തോന്നിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വേൾഡിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതായത് ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. സോ ഈ വേൾഡിൽ നിങ്ങളുടെ പേര് ഞാൻ കൊണ്ടുപോകുകയാണ്. അതായത് സബ്സ്ക്രൈബേഴ്സ് നെയിം. ഓക്കെ, സബ്സ്ക്രൈബേഴ്സ് നെയിമിൻ്റെ ഒരു ബോർഡ്, സബ്സ്ക്രൈബേഴ്സ് നെയിം ബോർഡാണ് ഞാൻ സെറ്റാക്കാൻ പോകുന്നത്. അതും പിന്നെ അത് നമ്മൾ ചെയ്യൽ സിമ്പിളായിട്ടൊന്നുമില്ല കേസ്. അതൊരു പ്രൊജക്റ്റും അല്ല, നമ്മൾ വലിയൊരു ബിൽഡൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതേ ഇപ്പോൾ കാണിച്ചുതരാം. സോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടൊക്കെ ലൈക്ക് ചെയ്യുക. പുതിയ വല്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമ്മൾ പെട്ടെന്ന് 100 സബ് അടിക്കും. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങളുടെ പേര് നമ്മൾ എഴുതാൻ പോകണമെങ്കിൽ അതിന് മുമ്പ് നിങ്ങളെല്ലാവരും അറിഞ്ഞാൽ നമ്മളൊരു ഷീപ്പ് ഫാം സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ആക്കിയിരുന്നു. പിന്നെ ഫുഡ് നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ഇവിടെ സൈഡിലുള്ള വീറ്റിൻ്റെ ഫാമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം ഒരു വീറ്റിൻ്റെ ഫാമൊക്കെ സെറ്റാക്കണം. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ ബോർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു എൻട്രൻസ് പോലെ നമ്മുടെ വീടിൻ്റെ ഒക്കെ ഒരു ഇതുപോലെ, അതുപോലെ ചെറിയൊരു എൻട്രൻസ് പോലെ ഈ ഒരു ഏരിയ ഉണ്ട. ഈ ഒരു ഏരിയയിൽ ചെറിയ എൻട്രൻസ് പോലെ സെറ്റാക്കുക. അതായത് അത്ര വലിയൊന്നും വേണ്ട കേസ്, ഒരു ചെറുതായിട്ട് അടിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സബ്സ്ക്രൈബേഴ്സ് നെയിം ബോർഡ്. സോ എൻ്റെ ഐഡിയയിൽ പെട്ടെന്ന് എന്താണ് കേസ് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ അതിന് പറ്റിയൊരു ഏരിയ. ഇവിടെ നമ്മളൊരു ഊഹം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് നടുവാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുഴി, ഇവിടെ നിന്ന് ഒരു 3 ബ്ലോക്ക് മാറിയിട്ട് ഇവിടെ ഒരു വയ്ക്കുക. ഇവിടുന്ന് ഒരു 3 ബ്ലോക്ക് മാറിയിട്ട് ഇവിടെ കുടിക്കുക. ഓക്കെ, ഇത് 3 1 2 3 4 4 ബ്ലോക്ക് ഉണ്ട്. തെറ്റി, ഏത് പോലീസുകാരും തെറ്റി. ഓക്കെ, ഇവിടുന്ന് ഇനി എത്ര ബ്ലോക്ക്? 3 ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ മൊത്തം 3 × 3 കേസ് നമ്മൾ സെറ്റ് ആക്കുന്നത്. ഇതുപോലത്തെ നമ്മൾ ഇവിടെയാണ് പില്ലേഴ്സ് വയ്ക്കുക. ഇത് ഇത്തിരി ഇറക്കി വയ്ക്കുക കേസ്, അല്ലെങ്കിൽ നമ്മൾ കയറി നമുക്കൊരു വഴി പോലെ സെറ്റാക്കാൻ പറ്റില്ല. ഇറക്കി വെച്ച് ഞാൻ കാണിച്ചില്ല. ഇറക്കി വയ്ക്കാൻ വേണ്ടി സിമ്പിളാണ്. ഇതുപോലെ നോക്കിയിട്ട് ഈ ബ്ലോക്ക് എടുത്താൽ മതി. ഓക്കെ, റെഡി. ഇപ്പോൾ ഇവിടെ ഈ ബ്ലോക്കുകളില്ലേ, ഇവിടെ ഞാൻ വിട്ടിരിക്കുന്ന ആ ബ്ലോക്കിലാണെങ്കിൽ ഈ പില്ലേഴ്സൊക്കെ വരാം. പില്ലേഴ്സ് കൊണ്ട് മേളിക്ക് ഒരു റൂഫ് പോലെ, ഈ സ്റ്റെയേഴ്സ് വെച്ച് നമ്മൾ റൂഫ് പോലെ സെറ്റ് ചെയ്യും. എന്നിട്ട് അടിക്ക് ഒരു സ്റ്റെയേഴ്സിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ടാവും. ആ അടിയിൽ പോയിട്ട് 4 പാസ് അടിക്കും നമ്മളൊരു വലിയ പോലെ ഒരു കൂടി സെറ്റാക്കും. എന്നിട്ട് അവിടെ നിങ്ങളുടെ പേര് എഴുതും. അപ്പുറത്തെ സൈഡിൽ നമ്മൾ ആ ഒരു വ്യൂ, അക്വേറിയം, ആ വെള്ളമില്ലേ, ആ വെള്ളമുള്ള അപ്പുറത്തെ സൈഡിലുള്ള അതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലായി എനിക്കറിയില്ല. ഞാൻ ബിൽഡ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. ഞാൻ തൽക്കാലത്ത് ഇത് വലിയൊരു പ്രൊജക്റ്റാണ് കേസ്. സോ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റില്ല. ഓരോരോ എപ്പിസോഡായിട്ട് ഇട്ട് കാണിച്ചിട്ട് തൽക്കാലത്ത് ഞാൻ ഈ ഒരു വീഡിയോയിലെ എൻട്രൻസും പിന്നെ അടിക്ക് ഒരു പാത്ത് പോലും സെറ്റാക്കണം കേസ്. ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അത് സെറ്റാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നിട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ട് കാണിച്ചിരുന്നതായിരിക്കും. ഞാൻ സെറ്റാക്കി കഴിഞ്ഞിട്ട് കാണിച്ചിരുന്നു കേസ്. ഈ വീഡിയോ എഡിറ്റ് എഡിറ്റിങ് ആപ്പ് വരെ അടിച്ചു. അതുകൊണ്ട് വോയിസ് ഇങ്ങനെ വരെ നല്ല ഇങ്ങനെ എക്കോയും മറ്റേ ബാക്ക്ഗ്രൗണ്ട് നോയ്സും ഒക്കെ ഉണ്ടാവും ഗൈസ്. എൻ്റെ ട്രാൻസിഷൻ ഒന്നും വർക്കാണല്ലേ. ഓക്കെ, എന്തിനാവട്ടെ. സോ നമ്മുടെ ബിൽഡ് നമ്മൾ കഴിഞ്ഞ് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, കണ്ടാ, ഇതാണ് കേസ് നമ്മുടെ ബിൽഡ്. നമ്മൾ കണ്ട ഒരു ചെറിയൊരു എൻട്രൻസ് സൈഡിലൊക്കെ അവനെ നോക്കണ്ട, കളർ ട്രൈഡർ വന്നി അവനെ നോക്കട്ടെ. ഇതാണ് കേസ് ബിൽഡ്. എങ്ങനെയുണ്ട് പറയുക കേസ്, ഒരു ചെറിയ കുട്ടി ബിൽഡ് നമ്മൾ ഉള്ളിലേക്ക് ആക്കിയാണ് ഉണ്ടായിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നല്ല നടക്കാൻ വേണ്ടി സ്പേസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സൈഡിൽ ഫാൻസും പിന്നെ നടുക്ക് ഇങ്ങനെ ഒരു ഡിസൈനും ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മ ഞാൻ ഉണ്ടാക്കിയാണ് കേസ്. പിന്നെ ബേക്കിൽ നമ്മൾ ഇത്തിരി ബാമ്പും കൂടി വെച്ചിട്ടുണ്ട് കേസ്. അതാകുമ്പോൾ ബാമ്പുമ്പോൾ അവിടെ നിന്നോളും, നമുക്കിങ്ങനെ സീനായില്ല. നമുക്ക് പിന്നെ ഇത്തിരി ബോൺ മീലൊക്കെ കൊണ്ടുവന്നിട്ട് ബോൺ മീലൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു ഹോഴ്സിനെ ഒരു കുതിരനെ പിടിച്ചിരുന്നാണ് എൻ്റെ ആഗ്രഹം. കുതിരനെ കിട്ടുന്ന നമുക്ക് കുതിരനെ പിടിച്ചിടാം കേസ്. പിന്നെ അത് ഇവിടെ നമ്മളൊരു ചെറിയ പാത്ത് പോലെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇവിടേക്ക് ഒരു ചെറിയ പാത്ത്. നമ്മുടെ ഈ കൃഷി സ്ഥലമില്ലേ, വീറ്റ് സ്ഥലം, അത് നമ്മൾ ഫുള്ള് പൊളിഞ്ഞു വായിച്ചോട്ടാ. ചെറുതായിട്ട് തൽക്കാലത്തേക്കൊരു ടെമ്പർ സെറ്റപ്പാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ബിൽഡിൽ എവിടെ ലാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലൈറ്റിന് വേണ്ടി. പിന്നെ നമ്മൾ ഇവിടെ ഫെൻസുകൾ ഇത്തിരി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു വിൻഡോ പോലെയാണ് സെറ്റ് ആക്കുന്നത്. പിന്നെ ബാരൽ അടിക്കി വെച്ചിട്ടുണ്ട്. മറ്റേ കോബിൾ സ്റ്റോണിൻ്റെ ഒരു ഈ സാധനം പേര് ഞാൻ പറഞ്ഞായി. പിന്നെ സ്റ്റേയേഴ്സ് മുകളിൽ ചെറുതായിട്ടൊരു ഇതുപോലെ ഇങ്ങനെ നമ്മൾ ബിൽഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൈസ് ബിൽഡ് നമ്മൾ ചെറിയ ബിൽഡാണ് കേസ്. നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ സീരീസ് ഫുള്ള് കുട്ടി ബിൽഡ്സ്. പക്ഷേ ഇതൊരു പ്രൊജക്റ്റാട്ടാ, വലിയ പ്രൊജക്റ്റ്. ഞാൻ അടിക്കൊക്കെ പോയി നിങ്ങൾക്ക് കാണിച്ചിട്ട് അതിനും ഞാൻ ബേക്കിൽ കാണിച്ചിട്ടെ. ബേക്കിൽ എൻ്റെ ഐഡിയ വന്നാണ് ഈ ഷെൽഫ് വയ്ക്കണമെന്ന്. ഷെൽഫ് വെച്ച് പുതിയ സാധനമാണല്ലോ ഷെൽഫ് പോലെ നമ്മൾ
ഒരു നടുക്ക് ട്രാപ്പ് ഡോർ വെച്ച് ഒരു ഡോറ് വലുതാകുമ്പോൾ നമുക്ക് ചാടിയാണെങ്കിൽ ഉള്ളിൽ കയറാം. ചാടാൻ പറ്റണല്ലേ എന്തിലാട്ടാക്കി കണ്ട ഫെൻസ് നമ്മൾ വെച്ചൊക്കെ സെറ്റാണ് കേസ്. അത്യാവശ്യം നമുക്ക് റെഡിയായി. പിന്നെ വോയിസ് ഓവർ ചെറുതായിട്ടൊരു അബദ്ധത്തെ ഇതൊക്കെ ഉണ്ടാകും കേസ്. എനിക്ക് പിടുത്തം കുറേ ദിവസം പറഞ്ഞാൽ 2-3 ആഴ്ച കേസ് വോയിസ് ഓവർ കിട്ടുക. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. നമുക്ക് ഇത്തിരി ബോണൊക്കെ എടുത്തിട്ട് ഒന്ന് ബോൺ മീൽ സെറ്റാക്കാം. സോറി ഫോർ ദിസ് വീഡിയോ കേസ്. അടുത്ത വീഡിയോ ഇട്ടൊന്നും സെറ്റാക്കാം. വോയിസ് ഓവർ ചെയ്യാത്തതിൻ്റെ ഒരു ഇതാണ്, കുറേ ദിവസമായിട്ട് ചെയ്യാത്തതിൻ്റെ ഒരു ഇതാണ് സംഭവമാണ്. ഓക്കെ, നമ്മളിത്തിരി ബോൺ മീൽ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാം, ബോൺ മീൽ ചെയ്യാം. നമുക്കിതിരി പോച്ച പിടിപ്പിക്കും ഗൈസ്. കുറേ പോച്ചാണ്ടാവും, കുറേ പോച്ച പച്ച ചപ്പുന്നേ. ഓക്കെ, ഇവിടെ ഇത്തിരി ജിബടെ ഇത്തിരി മഞ്ഞപ്പ്. നമുക്ക് ഇവിടെ ഇത്തിരി കുറേ വേണ്ട, കുറേ അലമ്പോ. പക്ഷെ എനിക്ക് ഈ കാട് വരെ പിടിക്കുന്നതാണ് ഗൈസ് ഇഷ്ടം. എന്താണാവോ കാട്ടിനുള്ളിൽ ബാംബു ബോയ്സ്, ബാംബു എഫ് ജി. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ പോച്ച കണ്ട ഉള്ളി നമ്മൾ വിരിച്ച് മറ്റേ കോഴ്സ് ഡാറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പാത്രം ഇടാൻ വേണ്ടി കോഴ്സ് ഡാറ്റും പിന്നെ സാധാ ഡേറ്റ് അങ്ങനെയൊക്കെ എൻ്റെ ഒരു ബുദ്ധി വെച്ചാണ് ഇവിടെ കൊണ്ട് പുറത്താക്കുക അല്ലേ. പിന്നെ ഒരു ബോൺ മീനോട് അത് കളയണ്ട. ഇവിടെ എവിടെയെങ്കിലും ഇവിടെ കൊടുക്കും. ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കും. ഇവിടെ ഇത്തിരി പോച്ച വരട്ടെ. ഇവിടെ കുറവുണ്ട്, എവിടെയെങ്കിലും കുറവുള്ള സ്ഥലത്ത് കൊടുക്കും ഗൈസ്. ഈ ബോൺ മീൽ ഇപ്പോൾ കളയേണ്ട വരുമോ? ഇവിടെയും കൂടി നോട്ടല്ലേ ഇത്തിരി പുല്ല്. ഓക്കെ, റെഡി. ഹായ് മറ്റേ നീല പൂ എനിക്ക് ഇഷ്ടമായിട്ട് പോകും. നല്ല സെറ്റ് കേസ്. നമ്മൾ ഫുൾ ബോണിന് കൊടുത്ത് ഇപ്പോൾ ഇത്തിരി കൂടി ഒരു ഇതുപോലെ ഇല്ലേ, ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലമില്ല. അതാണ് എനിക്ക് നമുക്ക് വേണ്ടത്. അതാണ് നമുക്ക് ഈ ബിൽഡിന് വേണ്ട സാധനം. അപ്പോൾ അതും സെറ്റായി കേസ്. പിന്നെ നമ്മൾ അടുത്ത സീരീസ് നമ്മൾ കിഡിലും സീരീസാണ് കേസ് അടുത്ത് കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു സീരീസ് ഒരു 30-40 എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കും. എന്തൊക്കെയാണ് വേണ്ടത്? 30 എപ്പിസോഡിൽ. ഓക്കെ, സോ സെറ്റ് ഗീസ്റ്റാണ് ബിൽഡിൻ്റെ ഔട്ട്ലുക്ക്. നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുക റേസ്? ചെറിയ ബിൽഡ് ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്ത് ഇഷ്ടപ്പെടും. ഞാൻ അടിക്ക് അറിയാൻ കാണിച്ചിട്ടില്ലല്ലോ, അടിക്ക് അറിയാൻ കാണിച്ചുതരാം. അടിക്ക് അറിയാൻ മുമ്പ് ഞാൻ ഈ ബിൽഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒടുക്കത്തെ യൂസ്ഫുൾ ആയ സംഭവമാണ് ഗൈസ് ഈ ബെഡും ക്രാഫ്റ്റ് ടേബിളും. ഇത് നമ്മൾ വർക്ക് ചെയ്യണ സ്ഥലത്തിൻ്റെ അടുത്തുകൊണ്ട് വെച്ചാൽ പിന്നെ നമുക്ക് ഓടേണ്ട ആവശ്യമില്ല. രാത്രി നമുക്ക് കയറി കിടന്ന് ഉറങ്ങാതെ എല്ലാവരും ഈ ട്രിക്ക് ഒന്ന് യൂസ് ചെയ്യുക ഗൈസ്. നമ്മുടെ സുധീരണം പറഞ്ഞ ട്രിക്ക് ഞാൻ ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സുഖമാണ് ഗൈസ്. തൊട്ടടുത്ത് നമുക്ക് സാധനങ്ങളുണ്ട്, കയ്യെത്താത്ത ദൂരത്ത്. ഓക്കെ, പിന്നെ അടിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ 2 ഇതിൻ്റെ സ്റ്റോൺ ബ്ലോക്കിൻ്റെ പിച്ചിങ് ഉണ്ട്, ഞാൻ കൊണ്ട് വെച്ചോളാം. ഇവിടെ നടുക്ക് നമ്മൾ മറ്റേ ചെയേഴ്സ് ഇതിൻ്റെ സേസ് വുഡിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് കോബിൾ സ്റ്റോണിൻ്റെ സേസാണ് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് എടുക്കുക. ആ ഒരു ലുക്ക് ഉണ്ടോ വെറൈറ്റി ഒരു മെർജാവണല്ലേ കടാവി ലുക്ക്. പിന്നെ ഇവിടെ നമ്മൾ നമുക്ക് വലിയതായിട്ട് ഒരു കുഴി പോലെ കുഴിച്ചിട്ടുണ്ട്. ഇതാണ് മെഗാ പ്രൊജക്റ്റ് ഏരിയ. ഇവിടെ നമ്മൾ കുറച്ച് നല്ലപോലെ കുഴിച്ചു തന്നുണ്ട് ഗൈസ്. കണ്ട ഇവിടെയാണ് ഏരിയ. അടുത്ത എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കും പണി. ഇതിൻ്റെ പണി നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് തീർക്കാൻ നോക്കും. ഒരു 3 എപ്പിസോഡ് കൊണ്ടൊക്കെ നമ്മൾ ഈ പരിപാടി തീർക്കാൻ നോക്കും. പിന്നെ ഇതിൻ്റെ ബേക്കിലില്ല ഗൈസ്, ഈ ഞാൻ അടിയൊരു കാണിച്ചില്ല, അതിൻ്റെ ഈ ബേക്കിൽ കുറേ ദൂരം പോകാൻ പറ്റില്ല. കുറേ ദൂരം പോയി കണ്ട വെള്ളമാണ്. അപ്പോൾ എൻ്റെ തലയിൽ പെട്ടെന്ന് ഇപ്പോൾ ഇത്തേരത്ത് വന്ന ബുദ്ധിയാണ് ഗൈസ്. ഈ വെള്ളം വരുന്ന സ്ഥലത്ത് നമുക്ക് ഗ്ലാസ് വയ്ക്കാം. അപ്പോൾ നമുക്ക് പുറത്ത് മീനും ഈ ഡ്രൗണിനെ തല്ലി കൊല്ലി ഞാൻ പഞ്ഞ ഡ്രൗണ് അതുകളൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായ? അപ്പോൾ ഒരു ലുക്കാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഐഡിയ ഗൈസ്. ഐഡിയ എനിക്ക് കണ്ട ഐഡിയ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തലയിലായിരുന്ന ഐഡിയ ഒക്കെ നമ്മൾ ഇവിടെ പ്രയോഗിക്കും. പിന്നെ നിങ്ങളുടെ ഐഡിയ നിങ്ങൾക്ക് എന്താ ഗൈസ് ഐഡിയ ഇല്ലാത്ത കമൻറ്റിൽ നിങ്ങളൊരു ഐഡിയ പറഞ്ഞത്. അങ്ങനെ ഞാൻ നിങ്ങളുടെ ഐഡിയ നമ്മൾ ഇവിടെ കൊണ്ടുവരാണ്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ എൻ്റെ ഐഡിയ കൊണ്ട് നേഴ്സിട്ട് ചുളിയിൽ. ഓക്കെ സെറ്റല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഇത്തിരി ഏരിയകളൊക്കെ നമ്മൾ കുഴിച്ചിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം ഒരു ഏരിയ പോലെ ഇവിടെ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിലേക്ക് ഒരു 6 ബ്ലോക്ക് കുഴിച്ചോണം. ഇവിടെ നമ്മളൊരു 6 ബ്ലോക്ക് കുഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നടക്കി തുടങ്ങുന്നത് ഈ ഒരു ഏരിയ എന്നാണ്. ഇവിടുന്ന് 6 ബ്ലോക്ക് കുഴിച്ചങ്ങോട്ട് പോകണം. അതൊക്കെയാണ് പരിപാടികൾ. ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാനുള്ളൂ. ഈ വീഡിയോയിൽ ചെയ്യുകയാണെങ്കിൽ അത് നല്ലപോലെ ലേറ്റ് ആവും. വെറുതെ ഇനി ടൈം വേണ്ട വെച്ചിട്ടാണ് ഗൈസ് സെറ്റാക്കുന്നത്. എനിക്കപ്പോൾ ഇതാണ് ഏരിയ. വലിയൊരു പ്രൊജക്റ്റാണ് നമ്മൾ സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പുറത്ത് പോയി ക്ലാസ് വയ്ക്കുമ്പോൾ നമ്മുടെ ഡ്രൗണിൻ്റെ മറ്റേ ട്രേഡിൻ്റെ ചന്തിക്ക് കുത്തുമെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അയ്യോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഡ്രൗണിൻ്റെ ചന്തിക്ക് കുത്തുന്ന സാധനങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. സോ പിന്നെ അടുത്തൊരു വീഡിയോയിൽ വേറെ സംഭവം കൂടി ഉണ്ട്. നമ്മുടെ സ്കിന്ന് ചേഞ്ച് ആവണ സ്കിന്നിൻ്റെ ഒരു സംഭവം ഉണ്ട് ഗൈസ്. നിങ്ങളപ്പോൾ അടുത്ത വീഡിയോ നോക്കുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോയിൽ ചെറിയ സർപ്രൈസ് ഉണ്ട് വീഡിയോ തുടക്കത്തിൽ തന്നെ. അത് കാണാൻ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. താറ്റ. ഞാൻ ചെറുതായിട്ട് ഇവിടെ ഒന്ന് ടെസ്റ്റർ പേട്ടെ. അപ്പോഴേക്കും താറ്റ. അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ കണ്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊക്കെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. അടുത്ത വീഡിയോ കാണാം.